السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പേജ് നമ്പർ 82. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ എന്ന കിതാബിൻ്റെ അഅ്മാൽ ഖുലൂബുകൾ, ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള അൽ-ഇക്സീർ എന്ന കിതാബിൻ്റെ വായനയിൽ മൻസിലത്തു തൗബ, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ ഉള്ള ഒരടിമയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒരടിമ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ, അവന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ അവസാനം പറഞ്ഞത് മഷ്ഹദു സിയാദത്തിൽ ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു കാരണം ആ നിലക്ക് മനസ്സിലാകും. അതുപോലെ മഷ്ഹദുർ റഹ്മത്തിൻ്റെ അവസ്ഥ, കാരുണ്യമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകും എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അടുത്തത് 8ാമത്തെ ഒരു മഷ്ഹദായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ തൗബ ചെയ്ത് മടങ്ങുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമായിട്ട് പറയുന്നത് മഷ്ഹദുൽ അജ്സി വദ്ദഅഫ്, ദുർബലതയുടെയും അതുപോലെ തന്നെ താൻ ഒന്നുമല്ല എന്നുള്ള നിസ്സാരതയുടെയും ബോധ്യം. പൊതുവെ മനുഷ്യനുണ്ടാകുന്ന ഒരു കാര്യമാണ് ഉജുബിനോടും കിബിറിനോടും ഉണ്ടാകുന്ന തേട്ടം. ഏതൊരു നഫ്സിനും റുബൂബിയത്തിൻ്റെ ഒരു തേട്ടം ഉണ്ടാകുന്നതാണ്. ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു തേട്ടം. അവനതിൻ്റെ കുദ്റത്തുണ്ടെങ്കിൽ അവനിൽ നിന്ന് അത് വെളിവാകും. ഫിർഔനെ പോലെ കുദ്റത്തില്ല എങ്കിൽ അതവൻ മറച്ചു വെക്കുകയും ചെയ്യും. അതാണ് പ്രകൃതിയ മനുഷ്യൻ്റെ തേട്ടം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കീഴൊതുങ്ങുമ്പോൾ അത് എന്താകുന്നു? അത് ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു മഷ്ഹദുൽ അജ്സി വദ്ദഅഫ് وأنه أعجز شيء عن حفظ نفسه وأضعف. അതായത് ഒരുത്തന് ബോധ്യപ്പെടും അവൻ്റെ സ്വന്തത്തെ സംരക്ഷിക്കുന്നതിൽ തന്നെ അവൻ ഏറ്റവും ദുർബലനായിട്ടുള്ള ആളാണ്. അഥവാ സ്വന്തം ഇപ്പോൾ ഒരു പാപം അവന് സംഭവിച്ചല്ലോ, അപ്പോൾ ആ പാപത്തിൽ നിന്ന് പോലും സ്വന്തത്തെ സംരക്ഷിക്കാൻ പോലും കഴിയാത്തവനാണ് അവൻ. وأنه لا قوة له ولا قدرة ولا حول إلا بربه. അവന് യാതൊരു കഴിവും യാതൊരു ശേഷിയും യാതൊരു ചലനശേഷിയുമില്ല അവൻ്റെ റബ്ബിനെ കൊണ്ടല്ലാതെ എന്നുള്ള ബോധ്യം അവനുണ്ടാകും. അഥവാ അവന് സ്വയം കഴിവുണ്ടായിരുന്നെങ്കിൽ ആ പാപം ചെയ്യാതെ അവന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവനതിനുള്ള കഴിവുണ്ടായിട്ടില്ല. ഫയഷ്ഹദു ഖൽബഹു فيشهد قلبه كريشة ملقاة بأرض فلاة تسيرها الرياح يمينا وشمالا. അവൻ്റെ കൽബിനെ അവന് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു തൂവൽ പോലെ വിജനമായൊരു പ്രദേശത്ത് കാറ്റ് വലത്തോട്ടും ഇടത്തോട്ടും ആഞ്ഞു വീശി ആക്കുന്ന ഒരു കാറ്റിനെ പോലെ. വയഷ്ഹദു നഫ്സഹു കറാകിബി സഫീനത്തിൻ ഫിൽ ബഹ്രി തഹീജു ബിഹ റിയാഹ്. അവൻ്റെ സ്വന്തത്തെ അവന് കാണാൻ സാധിക്കുക കടലിൽ ഒരു കപ്പലിൽ, ഒരു പായക്കപ്പലിൽ പോകുന്ന ഒരുവനെ പോലെയാണ്. കാറ്റ് അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നു. വതതലാഅബു ബിഹൽ അംവാജ്, തിരമാലകൾ അവനെ കൊണ്ട് കളിക്കുന്നു. തർഫഉഹാ താറതൻ വതഖ്ഫിദുഹാ ഉഖ്റാ, ചില സമയത്ത് അത് ഉയർത്തുന്നു, ചില സമയത്ത് അത് താഴ്ത്തുന്നു. അതായത് അവൻ്റെ അവസ്ഥ അവൻ്റെ കയ്യിലല്ല. അവൻ ഈ പാപം ചെയ്തു പോകുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോലുമുള്ള കഴിവെനിക്കില്ല. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ചെയ്യാനുള്ള ശേഷി എനിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം അനുബോധപ്പെടും. തജ്രി അലൈഹി അഹ്കാമുൽ ഖദർ, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിധികൾ അവൻ്റെ മേലെ സംഭവിക്കുകയാണ്. വഹുവ
വഹുവ കൽ ആലത്തി ത്വരീഹൻ ബൈന യദൈ വലിയിഹി, അതേതുപോലെയാണ്, ഒരു ഉപകരണം പോലെയാണ് അവൻ്റെ നഫ്സ് എന്നുള്ളത്. അവൻ്റെ യജമാനൻ്റെ അടുക്കൽ ഇട്ടിട്ടുള്ള, അല്ലെങ്കിൽ യജമാനൻ്റെ മുമ്പിൽ ചെന്ന് വീണിട്ടുള്ള ഒരു ഉപകരണം പോലെ ആയിട്ട് അവൻ തീരും. മുൽഖൻ ബിബാബിഹി, അവൻ്റെ റബ്ബായ, അവൻ്റെ യജമാനനായ അള്ളാഹുവിൻ്റെ, അവൻ്റെ യജമാനൻ്റെ കവാടത്തിനു മുമ്പിൽ വീണ് കിടക്കുന്നൊരവസ്ഥയിൽ. വാളിഅൻ ഖദ്ദഹു അലാ സറാ അഅ്താബഹു, അവൻ്റെ കവിൾ ആ വാതിലിന് മുമ്പിലുള്ള മണ്ണിൽ വെച്ചുകൊണ്ട് സ്വന്തത്തെ ആക്ഷേപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തത്തിൻ്റെ കുറവുകൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരവസ്ഥ. ലാ യംലികു ലിനഫ്സിഹി ളർറൻ വലാ നഫ്അൻ, ഒരു ഉപകാരമോ ഉപദ്രവമോ അവനവൻ്റെ സ്വന്തത്തിന് അധികാരപ്പെടുത്തുന്നില്ല. വലാ മൗതൻ വലാ ഹയാത്തൻ വലാ നുഷൂറ, അവൻ്റെ മരണമോ അവൻ്റെ ജീവിതമോ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പോ ഒന്നും തന്നെ അവൻ്റെ കയ്യിലല്ല. ലൈസ ലഹു മിൻ നഫ്സിഹി ഇല്ലൽ ജഹ്ലു വദ്ദുൽം, അവൻ്റെ സ്വന്തത്തിൽ ജഹലും ദുൽമുമല്ലാതെ, അഥവാ അറിവുകേടും അക്രമവുമല്ലാതെ ഒന്നുമില്ല. അത് അല്ലാഹു തആല ഖുർആനിൽ മനുഷ്യൻ്റെ വിശേഷണമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. വആസാറുഹുമ വമുഖ്തളയാതുഹുമ, ആ ജഹലിൻ്റെയും ദുൽമിൻ്റെയും ഭാഗങ്ങളായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് അവനിലുണ്ടാകുന്നത്. അതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഫൽ ഹലാക്കു അദ്നാ ഇലൈഹി മിൻ ശിറാകി നഅലിഹി, അവൻ്റെ നാശം എന്നുള്ളത് അവൻ്റെ ചെരുപ്പിൻ്റെ വാറിനോളം, അല്ലെങ്കിൽ അതിനേക്കാൾ അവനോട് അടുത്ത് കിടക്കുന്നതാണ്. അഥവാ അവന് സ്വന്തത്തിൽ അവനെ സ്വയം രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. കശാത്തിൻ മുൽഖാത്തിൻ ബൈന ദിആബി വസ്സിബാഹ്, ഏതുപോലെ വന്യമൃഗങ്ങളുടെയും ചെന്നായ്ക്കളുടെയും മുന്നിൽ അകപ്പെട്ട, അല്ലെങ്കിൽ മുന്നിലാക്കപ്പെട്ട ഒരു ആടിനെ പോലെ. ലാ യറുദ്ദുഹും അൻഹാ ഇല്ല റാഇ, ആ ആടിനെ ആ ചെന്നായ്ക്കളുടെ അടുക്കലിൽ നിന്ന്, വന്യമൃഗങ്ങളുടെ അടുക്കലിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ, രക്ഷപ്പെടുത്താൻ ആ ആടിനെ മേക്കുന്ന ആൾക്കല്ലാതെ, ആ ആട്ടിടേനെ അല്ലാതെ സാധിക്കില്ല. ഫലൗ തഖല്ല അൻഹ ത്വർഫത ഐനിൻ ലതഖാസമുഹ അഅ്ബാഅൻ, ആ ആട്ടിടേനെ എങ്ങാനും ഒരു കണ്ണിമ വെട്ടുന്ന നേരം അവൻ ആ ആടിനെക്കുറിച്ചുള്ള ശ്രദ്ധ, ആടുകളെക്കുറിച്ചുള്ള ശ്രദ്ധ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ആ ചെന്നായ്ക്കൾ ആ ആടിനെ കഷ്ണം കഷ്ണമായിട്ട് ആക്കുമായിരുന്നു, അഥവാ അവർ പിടിച്ച് തിന്നുമായിരുന്നു. അപ്പോൾ ആട്ടിടയൻ ആ ആടിനെ നോക്കുന്നത് കൊണ്ടാണ് ആ ചെന്നായ്ക്കളുടെ നടുവിൽ അതിന് പിടിച്ചു വയ്ക്കാൻ സാധിക്കുന്നത്. ഇവിടെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇതുപോലെയാണ് ഒരു അടിമയുടെ അവസ്ഥ. അവന് ചുറ്റും അവനെ പിഴപ്പിക്കാൻ, വഴികേടിലാക്കാൻ ധാരാളം പ്രശ്നങ്ങൾ, ശുബ്ഹാത്തുകളായിട്ടും ഷഹ്വാത്തുകളായിട്ടും ഒക്കെ ഉണ്ട്. അവനവിടെ രക്ഷപ്പെടണമെങ്കിൽ, അവരുടെ ഇടയിൽ ദീനിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, ആ തെറ്റുകളിൽ അകപ്പെടാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ, ആട്ടിടയൻ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ അടിമകളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണമുണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോൾ ആ യജമാനനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ആടായിരിക്കും, ആട്ടിടയനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആടായിരിക്കും ശത്രുക്കളിൽ നിന്ന് ഏറ്റവും സുരക്ഷിതൻ. അതുപോലെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തിട്ടുള്ളവനായിരിക്കും ശത്രുക്കളിൽ നിന്ന് സുരക്ഷിതനായിട്ടുള്ളവൻ. അപ്പോൾ ആ രീതിയിൽ അവൻ്റെ അവസ്ഥ, അവൻ്റെ ദുർബലത അവന് ബോധ്യപ്പെടും. എന്നെ കൊണ്ട് എനിക്ക് ഒരു നന്മ കൊണ്ടുവരാനോ ഒരു തെറ്റൊഴിവാക്കാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളത്. വഹാകദ ഹാലുൽ അബ്ദി മുൽഖൻ ബൈന അല്ലാഹി വബൈന അദാഇഹി, ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിലും അള്ളാഹുവിൻ്റെയും ശത്രുക്കളുടെയും ഇടയിലായി വീണ് കിടക്കുന്ന, അല്ലെങ്കിൽ പെട്ടുപോകുന്ന ഒരു അടിമയുടെ അവസ്ഥ. ഏതുപോലെ? ഈ ആടിനെ പോലെ. മിൻ ഷയാത്തീനിൽ ഇൻസി വൽ ജിൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തിലെയും പെട്ട പിശാചുക്കൾ, അതാണ് ശത്രുക്കൾ കൊണ്ട് ഉദ്ദേശിച്ചത്. ഫൈൻ ഹമാഹു മിൻഹും വകഫഹും അൻഹു ലം യജിദു ഇലൈഹി സബീല, അല്ലാഹു സുബ്ഹാനഹു തആല അവനെ സംരക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, അവന് അല്ലാഹു തആല എല്ലാ രീതിയിലുമുള്ള സംരക്ഷണം നൽകിയിട്ടുണ്ട് എങ്കിൽ, ആ ശത്രുക്കൾക്ക് അവൻ്റെ മേലെ ഒരു പിടിവിടാൻ ഒരു മാർഗം ഉണ്ടാവില്ല. അതായത് എത്ര വലിയ വഴികേടുകൾക്ക് നടുവിലാണെങ്കിലും അള്ളാഹു ഒരുവനെ സംരക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് സംരക്ഷണം. അള്ളാഹു വഴികേടിലാക്കാൻ ഉദ്ദേശിച്ചാൽ ഒരാൾക്കും അവനെ നേർമാർഗത്തിലാക്കാൻ സാധിക്കില്ല. അള്ളാഹു നേർമാർഗത്തിലാക്കിയിട്ടുള്ള ഒരാളെ വഴികേടിലാക്കാനും ഒരാൾക്ക് സാധിക്കില്ല. വൈൻ തഖല്ല അൻഹു വവകലഹു ഇലാ നഫ്സിഹി ത്വർഫത ഐനിൻ, എങ്ങാനും അള്ളാഹു തആല അവനെ വിട്ടേക്കുകയാണ്, ഒരു കണ്ണിമ വെട്ടുന്ന നേരം അവനെ കാര്യം നോക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ലം യൻഖസിം അലൈഹിം, അള്ളാഹു അവർക്ക് വീതിച്ചു കൊടുക്കുകയൊന്നും ആവൂല.
പക്ഷേ ബൽഹുവ നസീബു മൻ ളഫിറ ബിഹി മിൻഹും, അവനെ കീഴ്പ്പെടുത്തുന്ന ആളുകളുടെ ഒരു ഓഹരിയായിട്ട് അവൻ ആ ശത്രുക്കളുടെ കൂട്ടത്തിൽ ആരാണോ അവനെ കീഴ്പ്പെടുത്തുന്നത്, ഏത് വിഷയത്തിലാണോ പെട്ടുപോകുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് അവൻ പോവുകയും ചെയ്യും. അഥവാ അവർ ഇവനെ വഴികേടിലാക്കുന്ന പിടികൂടുന്ന അവസ്ഥയിലാണ് എത്തിച്ചേരുക. അപ്പോൾ ഇവിടെ ഒരടിമക്ക് പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ബോധ്യപ്പെടുന്ന വലിയൊരു ബോധ്യമാണ്, എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാനൊരു നന്മ ചെയ്യുന്നത്, എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാനൊരു തിന്മയിൽ നിന്നൊരു പാപത്തിൽ നിന്ന് ഒഴിവാകുന്നത് എന്നുള്ളത്. ഇത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന കലിമത്തിൻ്റെ അർത്ഥവുമാണ്. എന്നിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം, വൽ മഖ്സൂദു അന്ന ഫീ ഹാദൽ മഷ്ഹദ്, ഇവിടെ ഉദ്ദേശം ഈ ഒരു ബോധ്യപ്പെടലിൽ, ഈ ഒരു മനസ്സിലാക്കലിൽ, യഅരിഫുൽ അബ്ദു അന്നഹു ആജിസുൻ ദഈഫുൻ, ഈ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കും അവൻ ദുർബലനാണ് എന്നുള്ളത്. ഫതസൂലു അൻഹു റുഊനാതു ദഅവ വൽ ഇളാഫാതു ഇലാ നഫ്സിഹി, അവൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ വാദങ്ങളും അവൻ്റെ ഞാനെന്നുള്ള ഭാവമൊക്കെ നീങ്ങിപ്പോകും. അതായത് ഞാൻ നല്ല ആളാണ്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനത്തെ ഒരാളാണ് എന്നുള്ള അവൻ്റെ തോന്നലുകൾ, വാദങ്ങൾ, അതുപോലെ തന്നെ അവൻ എന്തുമ്പോഴും ഞാൻ അങ്ങനത്തെ ആളല്ലേ, അങ്ങനത്തെയുള്ള അനാനിയത്ത് പോലെയുള്ള ഞാനെന്നുള്ള ഭാവം പോലെയുള്ള ചിന്തകൾ, അതെല്ലാം അവനിൽ നിന്ന് ഒഴിവാകും, എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള നിലക്ക്. വയഅലമു അന്നഹു ലൈസ ലഹു മിനൽ അംരി ശൈഉൻ, അവന് ബോധ്യമുണ്ടാവും അവൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല കാര്യങ്ങളുടെ. വലൈസ ബിയദിഹി ഷൈഉൻ, അവൻ്റെ കയ്യിൽ ഒന്നിൻ്റെയും നിയന്ത്രണമില്ല. ഇൻ ഹുവ ഇല്ലാ മഹ്ദുൽ ഫഖ്രി വൽ അജ്സി വദ്ദഅഫ്, വ്യക്തമായ ദുർബലതയും അതുപോലെ തന്നെ ആവശ്യകതയും മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധ്യം, എന്ന യാഥാർത്ഥ്യം അവനിൽ ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ദുർബലതയുടെ അവസ്ഥ അവന് ബോധ്യപ്പെടും ഈ പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്ന സന്ദർഭത്തിൽ. അടുത്ത ഒന്ന് തൗബയിൽ മനസ്സിലാക്കുന്ന അടുത്തൊരു മഷ്ഹദ്, മഷ്ഹദു ദുല്ലി വൽ ഇൻകിസാരി വൽ ഖുദൂഇ വൽ ഇഫ്തിഖാരി ലിർറബ്ബ്, അല്ലാഹുവിലേക്കുള്ള പരിപൂർണമായ ആവശ്യകത, അല്ലാഹുവിലേക്ക് ഏറ്റവും വിധേയത്വവും താഴ്മയും കാണിച്ച് അല്ലാഹുവിലേക്ക് പരിപൂർണമായി ആവശ്യകതയാകുന്ന അവസ്ഥയുണ്ടാകും. തൊട്ടുമുമ്പ് പറഞ്ഞതിൽ അവൻ്റെ ദുർബലത അവന് ബോധ്യപ്പെടുന്നതാണ്. ഇതിൽ അവൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായി തീരുന്ന, ചെറിയ കാര്യത്തിന് പോലും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായി തീരുന്ന അവസ്ഥ ഉണ്ടാകും പിന്നീട് ആ പാപത്തിന് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ. ഫയഷ്ഹദു ഫീ കുല്ലി ദർറത്തിൻ മിൻ ദർറാതിഹി അൽ ബാത്തിന വൽ ളാഹിറ ളറൂറതൻ താമതൻ വ ഇഫ്തിഖാറൻ താമൻ ഇലാ റബ്ബിഹി വ വലിയിഹി, എത്ര നിസ്സാരമായ ചെറിയൊരു കാര്യമാണ് എങ്കിലും അത് പ്രകടമായതാവട്ടെ ആന്തരികമായിട്ടുള്ളതാവട്ടെ എല്ലാ കാര്യത്തിനും തൻ്റെ റബ്ബിലേക്ക് പരിപൂർണമായ ആവശ്യകതയുള്ളവനാണ് ഞാൻ എന്നുള്ള ബോധ്യം അവനുണ്ടാകും. വമൻ ബിയദിഹി സ്വലാഹു വ ഫലാഹു, ആരാണ് അള്ളാഹു, ആരിലേക്കാണ് ആവശ്യക്കാരനാകുന്നത്, അവൻ്റെ കയ്യിലാണ് അവൻ്റെ നന്മയും അവൻ്റെ വിജയമെല്ലാം ഉള്ളത്. വഹുദാഹു വ സആദതുഹു, അവൻ്റെ നേർമാർഗവും അവൻ്റെ സൗഭാഗ്യവും ഉള്ളത്. വഹാദിഹിൽ ഹാലുല്ലതി തഹ്സുലു ലിഖൽബിഹി ലാ തനാലുൽ ഇബാറതു ഹഖീഖതഹ, ഈ ഒരവസ്ഥ അള്ളാഹുവിലേക്ക് അത്രയും ആവശ്യക്കാരനാവുക എന്നുള്ളത് വാചകങ്ങൾ കൊണ്ട് എഴുതി മനസ്സിലാക്കാൻ, അതിൻ്റെ യാഥാർത്ഥ്യം എഴുതി ബോധ്യപ്പെടുത്താൻ സാധിക്കുകയില്ല. വഇന്നമാ തദ്റകു ബിൽ ഹുസൂൽ, അത് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അത് സംഭവിക്കുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ അതിൽ എത്തിച്ചേരുന്നതിലൂടെയാണ്. ഫയഹ്സുലു ലിഖൽബിഹി കസ്റത്തുൻ ഖാസത്തുൻ ലാ യുശ്ബിഹുഹാ ഷൈഉൻ, ഒന്നുമായിട്ടും സാദൃശ്യപ്പെടാൻ സാധിക്കാത്ത അങ്ങേയറ്റത്തെ ഒരു തകർച്ച അവൻ്റെ കൽബിൽ അവൻ ഈ സമയത്ത് അനുഭവിക്കും. അത് പ്രത്യേകമായിട്ടുള്ളതാണ്, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തി പറയാൻ പോലും പറ്റൂല. ബിഹൈതു യറാ നഫ്സഹു കൽ ഇനാഇൽ മർദൂൽ തഹ്തൽ അർജുൽ, അവൻ കാണുന്നത്, അത് അറബിയിൽ ഒന്നിനും കൊള്ളാത്ത ഒരു കാര്യത്തിന് ഉപമ പറയുന്ന രീതിയാണ്. അഥവാ കാലിൻ ചുവട്ടിൽ പൊട്ടിയ ഒരു പാത്രത്തെ പോലെ ആയിരിക്കും. അല്ലദീ ലാ ഷൈഅ ഫീഹി, അതിലൊന്നുമില്ല, ആ പാത്രത്തിലൊന്നുമില്ല. വലാ ബിഹി വലാ മിൻഹു, അതിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, അതിലൊന്നും വിടുത്തു വെക്കാനും പറ്റൂല, അങ്ങനെ ഒന്നിനും കൊള്ളാത്തൊരു സാധനം പോലെ. വലാ ഫീഹി മൻഫഅത്തുൻ, ഒരു ഉപകാരവുമില്ല ആ പാത്രം കൊണ്ട്, അതേപോലെ അവനെ കാണുക. വലാ യുർഗബു ഫീ മിസ്ലിഹി വാൻ, അതുപോലെ ഒന്നിനോട് പിന്നെ താല്പര്യപ്പെടില്ല. അപ്പോൾ ഒരു പൊട്ടിയൊരു പാത്രം ഉണ്ട്, അതിലൊന്നും എടുത്തേക്കാനും പറ്റൂല, അതുകൊണ്ടൊന്നും ചെയ്യാനും പറ്റൂല. അപ്പോൾ അതുപോലെ ഒന്നിനോട് താല്പര്യം ഉണ്ടാവും ഇല്ല, അങ്ങനെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് അവൻ സ്വന്തത്തിൽ തോന്നും. وأنه لا يصلح للانتفاع إلا بجبر جديد من صانعه وقيمه, അവന് ബോധ്യപ്പെടും അവൻ ആ പാത്രം കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണമെങ്കിൽ, അതായത് പാത്രം എന്നുള്ളത് അവൻ്റെ സ്വന്തത്തിലാണ്, ആ പാത്രം കൊണ്ട് എന്തെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ അത് പുതുതായിട്ട് അതിൻ്റെ ആ പൊട്ടിയതൊക്കെ പരിഹരിച്ച് അതിനെ നന്നാക്കിയെടുത്ത് അതിനൊന്ന് പണിയെടുത്തുണ്ടാക്കിയാലേ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ എന്നുള്ള ബോധം അവനുണ്ടാവും.
അപ്പോൾ ഈ പാപം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാനൊന്ന് നന്നാവേണ്ടതുണ്ട് അല്ലെങ്കിൽ നന്നാക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്ത അവനുണ്ടാകും. വലാ യുർഗബു ഫീ മുസ്ലിം പറഞ്ഞു ഫൈനഹിദിൻ യസ്തക്സിറു ഫീ ഹാദൽ മഷ്ഹദ് മാ മിൻ റബ്ബിഹി ഇലൈഹി മിനൽ ഖൈർ. ആ ഒരു സമയത്ത് ഖൽബ് പൊട്ടിത്തകർന്ന് എത്തിച്ചേരുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ റബ്ബിൽ നിന്ന് അവനുണ്ടായിട്ടുള്ള നന്മകളെല്ലാം അത് വളരെ വലിയതായിട്ട് അവന് മനസ്സിലാക്കാൻ തോന്നും. അതായത് അത് വലിയതായി തോന്നും. അതായത് ഈ തനിക്ക് അവകാശപ്പെട്ടതാണ് ഇതൊക്കെ തൻ്റെ നേട്ടം കൊണ്ട് കിട്ടിയതാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ വളരെ കുറവായിട്ടേ തോന്നുള്ളൂ. അള്ളാഹു ലഭിച്ച ഖൈറുകൾ കുറഞ്ഞതായിട്ടേ കാണുള്ളൂ. പക്ഷേ ഈ ഒരു അവസ്ഥയായി കഴിഞ്ഞാൽ അള്ളാഹുവിന് ലഭിച്ചതൊക്കെ വളരെ വലുതായിട്ട് അവൻ കാണാൻ തോന്നും. അവന് മനസ്സിലാകും ഞാനിതിൽ അള്ളാഹ് നൽകിയ ഈ ഖൈറുകൾക്ക് കുറഞ്ഞതിനും കൂടിയതിനും ഒന്നിനും യോജിച്ച ആളല്ല, ഞാനതിന് അർഹനായിട്ടുള്ള ആളല്ല. ഫഹയ്യു ഖൈറിൻ ലഹു മിനല്ലാഹി തആല ഇസ്തക്സറഹു അലാ നഫ്സിഹി. അവൻ എന്ത് ഖൈർ അള്ളാഹുവിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ വലിയതായി കാണുന്ന അവസ്ഥയുണ്ടാകും. വഅലിമ അന്ന ഖദ്റഹു ദൂനഹു. അവന് ബോധ്യമുണ്ടാവും അവൻ്റെ തീരുമാനങ്ങൾ, അവൻ്റെ മേലെ നടപ്പിലാക്കുന്ന കാര്യങ്ങളെല്ലാം വേറൊരാളുടെ നിയന്ത്രണത്തിലാണ്. ഈ കാര്യങ്ങൾ, ഈ ഒരു ബോധ്യമുണ്ടാകുന്നത് വഅന്ന റഹ്മത റബ്ബിഹി യഖ്തലത് ദിക്റഹു ബിഹി വസിയാഖതഹു ഇലൈഹി. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ കാരുണ്യം അവന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ആ ചിന്ത അവനിൽ എന്തുണ്ടാക്കും? നിർബന്ധമാക്കും. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതും അള്ളാഹുവിലേക്ക് മുന്നിടുന്നതും അതവൻ്റെ മേലെ നിർബന്ധമാക്കും. അഥവാ ആ പാപം ചെയ്ത അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിനെ സ്മരിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ മടങ്ങാനുമൊക്കെ ഈ ഒരു ചിന്ത കാരണമാകും. അവൻ്റെ സ്വന്തത്തിൽ നിന്ന് അവൻ അള്ളാഹുവിനെ അനുസരണം കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ കുറവായിട്ട് കാണുള്ളൂ. അഥവാ എത്ര അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നിസ്സാരമാണ്, അതൊക്കെ കുറഞ്ഞു പോയി, അതൊന്നുമില്ല എന്നുള്ള ചിന്തയാണ് അവനുണ്ടാവുക. അവൻ്റെ ആ അനുസരണം, അവൻ്റെ ആ കർമ്മങ്ങൾ, അത് ജിന്ന് വർഗവും മനുഷ്യവർഗവും എല്ലാവരും കൂടി ചെയ്ത അനുസരണത്തിനോടൊപ്പമുണ്ട് എങ്കിൽ കൂടി, അങ്ങനെ അത്രത്തോളം ഉണ്ട് എങ്കിൽ കൂടി അവൻ അതിനെ കാണുക മിൻ അഖല്ലി മാ യംബഗി ലിറബ്ബിഹി അലൈഹി. അവൻ്റെ റബ്ബിന് അവൻ്റെ മേലെയുള്ള അവകാശം വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞുപോയി എന്നുള്ള നിലക്ക് അവന് പിന്നെ കാണാൻ തോന്നും. അഥവാ എത്രയും സൽക്കർമ്മങ്ങളും ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക, അത്രയും ചെയ്യുന്നുണ്ട് വിചാരിക്കുക, പക്ഷെ അവനതൊന്നും ഒരു കാര്യമായി തോന്നൂല. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അള്ളാഹുവിന് എൻ്റെ മേലുള്ള അവകാശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്, നിസ്സാരമാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങും. വസ്തക്സറ ഖലീല മആസിഹി വദുനൂബിഹി. അത് മാത്രമല്ല, അവൻ ചെയ്ത തെറ്റുകൾ, അവൻ്റെ പാപങ്ങൾ, അത് എത്ര ചെറുതാണെങ്കിലും എത്ര കുറവാണെങ്കിലും അത് വളരെ വലുതാണ്, വളരെ കൂടുതലാണ് എന്ന് അവന് ബോധ്യപ്പെടാൻ തുടങ്ങും. ഫൈനൽ കസ്റത്തല്ലത്തി ഹസലത് ലിഖൽബിഹി ഔജബത് ലഹു ഹാദാ കുല്ലഹു. ഇതെല്ലാം ഉണ്ടാകാനുള്ള കാരണം ആ പാപം സംഭവിച്ചപ്പോൾ അവനുണ്ടായ ഖൽബിൻ്റെ തകർച്ചയാണ്. അവൻ അള്ളാഹുലേക്ക് അത്രയും ആവശ്യക്കാരനാണെന്നുള്ള ബോധമാണ് അവന് ഈ ഒരു മാറ്റത്തിനുള്ള കാരണമായി തീരുക. എന്നിട്ട് പറയാണ് ഫമാ അഖ്റബൽ ജബറ മിൻ ഹാദൽ ഖൽബിൽ മക്സൂർ. ഈ തകർന്ന ഒരു ഹൃദയത്തിന് അതിന് നന്നാവുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനൊരു നല്ല രീതിയിലൊരു മാറ്റം നേരാവുക എന്നുള്ളത് എത്ര അടുത്താണ്. കാരണം ആ പാപം കാരണം പൊട്ടി തകർന്നു പോയത്, ആ പാപത്തിൻ്റെ കുറവുകളെല്ലാം പരിഹരിച്ച് നല്ലൊരവസ്ഥയിലേക്ക് ഉടനെ തന്നെ അവന് മാറാൻ സാധിക്കും. കാരണം അത്രയും നല്ലൊരു അടയാളമാണിത്. എത്ര അടുത്തിട്ടുണ്ട് അവന് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയ ഒരുത്തന് അള്ളാഹുവിൻ്റെ സഹായവും കാരുണ്യവും റിസ്ഖുമെല്ലാം. അവൻ എത്ര ഉപകാരമുള്ള, എത്ര ഉത്തമമായിട്ടുള്ള ഒരവസ്ഥയാണ് അവനിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വദറത്തുൻ മിൻ ഹാദാ വനഫസും മിൻഹു അഹബ്ബു ഇലല്ലാഹി മിൻ തആഅത്തിൻ അംസാലിൽ ജിബാലിൽ മിനൽ മുദ്ദില്ലീന അൽ മുഅ്ജബീന ബിഅഅമാലിഹിം വഉലൂമിഹിം വഅഹ്വാലിഹിം. ഇബ്നുൽ ഖയ്യിം പറയാണ് വദറത്തുൻ മിൻ ഹാദാ. ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ പാപം സംഭവിച്ചു പോയതിൽ നിന്ന് അവനുണ്ടായ ഈ ഒരു നിസ്സാരമായൊരവസ്ഥ, വനഫസും മിൻഹു, അവനിൽ നിന്നുണ്ടാകുന്ന ഒരു നിശ്വാസമുണ്ടല്ലോ, അവൻ ഈ സംഭവിച്ചു പോയതിൽ നിന്നുണ്ടാകുന്ന നിശ്വാസം, അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് പ്രിയപ്പെട്ടതാണ്. മിൻ തആഅത്തിൻ അംസാൽ ജിബാലി മിനൽ മുദില്ലീന വൽ മുഅ്ജബീന ബിഅഅമാലിഹിം വഉലൂമിഹിം വഅഹ്വാലിഹിം. റുജുബുള്ള, അല്ലെങ്കിൽ ഞാനെന്തോ ആണ് എന്ന് ബോധം തോന്നുന്ന, അല്ലെങ്കിൽ എനിക്കിതൊക്കെ അവകാശപ്പെട്ടാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്, അപ്പോൾ അള്ളാഹുവിന് എനിക്കിതൊക്കെ അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്ന
ആ തരത്തിലുള്ള ആളുകൾ, മുദില്ല് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്, എനിക്കിതൊക്കെ എനിക്ക് വേണം, കിട്ടണം, അവകാശപ്പെട്ടാണ് ചിന്തിക്കുന്ന ആൾ. മുഅ്ജിബ് പറഞ്ഞാൽ ഉജുബുള്ള ആൾ, അവൻ്റെ അമാലിയും അവൻ്റെ കർമ്മങ്ങൾ കൊണ്ടും അവൻ്റെ അറിവ് കൊണ്ടും അവൻ്റെ സാഹചര്യം കൊണ്ടും അവൻ്റെ ബാക്കി കാര്യങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ചെയ്യുന്ന പർവ്വത സമാനം അള്ളാഹുവിനുള്ള അനുസരണത്തേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ഈ പാപം സംഭവിച്ചു പോയിട്ട് ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നിട്ട് അവനിൽ നിന്നുണ്ടാകുന്ന ഒരു അണുമണി തൂക്കം, ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു നിശ്വാസമാണ്. വഹബ്ബുൽ ഖുലൂബി ഇലല്ലാഹി സുബ്ഹാനഹു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഖൽബ് എന്നുള്ളത് ഖൽബുൻ ഖദ് തമക്കനത് മിൻഹു ഹാദിൽ കസ്റ, ഈ നിലക്ക് പൊട്ടിത്തകർന്നിട്ടുള്ള ഈ നിലക്കുള്ള ഒരു അവസ്ഥയിലായിട്ടുള്ള ഖൽബ് അള്ളാഹുവിന് പ്രിയപ്പെട്ടതാണ്. അഥവാ പാപം സംഭവിച്ച ശേഷം പൊട്ടിത്തകർന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവൻ. വമലക്കത്തു ഹാദിഹി ദില്ല, ഈ ഒരു നിന്യത സ്വന്തത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളവൻ. ഫഹുവ നാകിസുർ റഅ്സി ബൈന യദൈ റബ്ബിഹി, അവനവൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ തല താഴ്ത്തിയവനായിട്ടാണ് ഉണ്ടാവുക. ലാ യർഫഉ റഅ്സഹു ഇലൈഹി ഹയാഅൻ വഖജലൻ മിനല്ലാഹി തആല, അള്ളാഹുവിന് മുമ്പിൽ അവൻ്റെ തല അവന് ഉയർത്താൻ സാധിക്കില്ല, അവൻ ലജ്ജ കാരണത്താൽ, അവൻ്റെ ആ ലജ്ജ കാരണത്താൽ. ഹയാ ഖജൽ എന്നൊക്കെ പറഞ്ഞാൽ ലജ്ജ എന്നുള്ള അർത്ഥം. അവൻ്റെ ആ ലജ്ജ കാരണത്താൽ, അവൻ ഇത്രയും മോശപ്പെട്ടവനാണല്ലോ എന്നുള്ള ആ തോന്നൽ കാരണത്താൽ, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണല്ലോ എന്ന കാരണത്താൽ അള്ളാഹുവിന് മുമ്പിൽ അവന് തല ഉയർത്താനേ സാധിക്കില്ല. ഖീല ലിബഅദിൽ ആരിഫീൻ, ചില ഈ വിഷയങ്ങളിൽ അഥവാ ആരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കാണ് സലഫുകൾ ആരിഫ് എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. സൂഫികളുടെ ഉപയോഗത്തിൽ വേറെ ചില നിലക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. സലഫുകൾ ആരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ധാരാളം അറിഞ്ഞിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കാണ് ഉപയോഗിക്കാറുള്ളത്. അവരിൽ ചിലരോട് ചോദിക്കപ്പെട്ടു, അയസ്ജുദുൽ ഖൽബു, ഖൽബ് സുജൂദ് ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ ഖൽബ് സുജൂദ് ചെയ്യുമോ എന്ന് ചോദിക്കപ്പെട്ടു. ഖാല, അപ്പോൾ അവർ പറഞ്ഞു നഅം, അതെ. യസ്ജുദു സജ്ദതൻ ലാ യർഫഉ റഅ്സഹു മിൻഹാ ഇലാ യൗമിൽ ലിഖാ ഫഹാദാ സുജൂദുൽ ഖൽബ്, ആ ഖൽബ് ഒരു സുജൂദേ ചെയ്യുള്ളൂ, പക്ഷെ ആ സുജൂദ് ചെയ്താൽ പിന്നെ ആ ഖൽബ് അവിടുന്ന് തല ഉയർത്തുകയില്ല ആ സുജൂദിൽ നിന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. അതാണ് ഖൽബിൻ്റെ സുജൂദ് എന്ന് പറഞ്ഞത് കാണാം. അതായത് ഇവിടെ ഉദ്ദേശം ആ പൊട്ടിത്തകരലുണ്ടല്ലോ, അള്ളാഹുവിലേക്കുള്ള പൊട്ടിത്തകരൽ അത് ഖൽബിൽ നിന്നുണ്ടാകേണ്ടതാണ്. فقلب لا تباشره هذه الكسرة فهو غير ساجد السجود المراد منه, ഈ പൊട്ടിത്തകർന്ന ഖൽബ് ഈ ഒരു സുജൂദ് ചെയ്യാതെ എന്താവൂല, ഈ തകരൽ അല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള ആവശ്യകത ആ ഖൽബിന് അത് അനുഭവിക്കാൻ സാധിക്കില്ല ഈ നിലക്ക് സുജൂദ് ചെയ്താലല്ലാതെ. വൈദാ സജദൽ ഖൽബു ലില്ലാഹി ഹാദിഹി സജ്ദ അൽ ഉദ്മ സജദത് മഅഹു ജമീഉൽ ജവാരിഹ്, ഈ മഹത്തരമായിട്ടുള്ള ഈ സുജൂദ് ഖൽബിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ അവയവങ്ങളെല്ലാം ആ സുജൂദിലായിക്കൊണ്ട് വീഴും. മറ്റേ ഹദീസിൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ പറഞ്ഞതുപോലെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു എന്നുള്ള ആശയത്തിൽ ആ ഖൽബിന് ഈ മാറ്റം വരുമ്പോൾ അവൻ്റെ അവയവങ്ങളിലെല്ലാം ഈ മാറ്റം സംഭവിക്കും. വഅനൽ വജ്ഹു ഹീനഇദിൻ ലിൽ ഹയ്യിൽ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായിട്ടുള്ള എന്നെന്നും ജീവിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് മുമ്പിൽ അവൻ്റെ മുഖം താഴും. വഖശഅ സൗത്ത് വൽ ജവാരിഹു കുല്ലുഹ, അവൻ്റെ ശബ്ദവും അവയവങ്ങളുമെല്ലാം ഏറ്റവും വിനയാന്വിതമാകും. വദല്ലൽ അബ്ദു വഖളഅ വസ്തകാന, ഏറ്റവും താഴ്മ കാണിക്കുന്ന, ഏറ്റവും ദുർബലത കാണിക്കുന്ന, ഏറ്റവും താഴ്മയുള്ള അവസ്ഥയിൽ അവൻ മായിത്തീരും. വവളഅ ഖദ്ദഹു അലാ അത്ബതി അൽ ഉബൂദിയ്യ, അള്ളാഹുവിനുള്ള ഉബൂദിയത്തിൻ്റെ കവാടത്തിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലായിക്കൊണ്ട് അവൻ്റെ കവിളുകൾ വെക്കും, അഥവാ അത്രയും താഴ്മ കാണിക്കും. നാദിറൻ ബി ഖൽബിഹി ഇലാ റബ്ബിഹി, അവൻ്റെ ഖൽബ് കൊണ്ട് അവൻ്റെ റബ്ബിലേക്ക് നോക്കുന്ന അവസ്ഥയിൽ. വലിയിഹി, അവൻ്റെ വലിയായിട്ടുള്ള അവൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള അവൻ്റെ റബ്ബായിട്ടുള്ള അള്ളാഹുലേക്ക് ഖൽബ് കൊണ്ട് നോക്കുന്ന അവസ്ഥയിൽ. നദറ ദലീൽ, ആ നോട്ടം എങ്ങനെയുള്ളതാണ്? നദറ ദലീൽ ഇലൽ അസീസ് റഹീം, ഏറ്റവും താഴ്മയുള്ള ഏറ്റവും നിന്ദ്യനായിരിക്കുന്ന ഒരാൾ ഏറ്റവും പ്രതാപമുള്ള ഏറ്റവും കാരുണ്യവാനായിട്ടുള്ള ഒരാളിലേക്ക് നോക്കുന്നത് പോലെ അവൻ അവൻ്റെ ഖൽബ് കൊണ്ട് അവൻ്റെ റബ്ബിലേക്ക് നോക്കും. ഫലാ യുറാ ഇല്ലാ മുതമല്ലിഖൻ ലിറബ്ബിഹി, അവൻ കാണപ്പെടുകയില്ല അവൻ്റെ റബ്ബിന് മുമ്പിൽ ഏറ്റവും താഴ്മയോടുകൂടിയുള്ള ഏറ്റവും താഴ്ന്ന അവസ്ഥയിലല്ലാതെ. ഖാദിഅൻ ലഹു, ഏറ്റവും വിധേയത്വം കാണിക്കുന്ന അവസ്ഥയിൽ. ദലീലൻ മുസ്തഖീലൻ മുസ്തഅഫൻ ലഹു, ഏറ്റവും താഴ്മ കാണിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യം പ്രതീക്ഷിക്കുന്ന അവസ്ഥയിൽ.
യസ്അലുഹു അത്ഫഹു വറഹ്മതഹു, അള്ളാഹുവിൽ നിന്നുള്ള അനുകമ്പയും കൃപയും കാരുണ്യവും ചോദിച്ചുകൊണ്ട് ഫഹു യതറദ്ദ റബ്ബഹു കമാ യതറദ്ദൽ മുഹിബ്ബുൽ കാമിൽ അൽ മഹബ്ബതി മഹ്ബൂബഹു അൽ മാലിക ലഹു. അവൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തും. ഏതുപോലെ അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ ഇഷ്ടത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്തിനെയാണോ അവൻ ഇഷ്ടപ്പെടുന്നത്, എന്താണോ അവൻ അധികാരപ്പെടുത്തുന്നത്, അതിനെ തൃപ്തിപ്പെടുത്തുന്നത് പോലെ. അതായത് ഒരാൾ വേറൊരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്തിനെയാണോ ഇഷ്ടപ്പെടുന്നത് അതിനെ തൃപ്തിപ്പെടുക എന്നുള്ളത് അവൻ്റെ ഏറ്റവും വലിയ, തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും വലിയ തേട്ടായിരിക്കും. അപ്പോൾ ആ പരിപൂർണമായ ആ ഇഷ്ടമുള്ള ഒരാൾ അവൻ എന്തിനെയാണോ ഇഷ്ടപ്പെടുന്നത്, ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, അതിനോട് ആ തൃപ്തിപ്പെടുത്തുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് തൻ്റെ മാലിക്കായിട്ടുള്ള തൻ്റെ അവൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനും ശ്രമിക്കും. അല്ലദീ ലാ ഗിനാ ലഹു അൻഹു, എങ്ങനെയുള്ളവനാണ് അവൻ ഇഷ്ടപ്പെടുന്നവൻ, അവൻ്റെ മെഹബൂബ്, അല്ലെങ്കിൽ എങ്ങനെയുള്ളവനാണ് അള്ളാഹു ഇല്ലാതെ അവനൊരു ധന്യതയുമില്ല, അവനൊരു മാർഗവുമില്ല. വലാ ബുദ്ദ ലഹു മിൻഹു, അള്ളാഹുവിൽ അവൻ എന്തായാലും ആവശ്യക്കാരനാണ്. ഫലൈസ ലഹു ഹമ്മുൻ ഗൈറ ഇസ്തിർളാഇഹി ഫലൈസ ലഹു ഹമ്മുൻ ഗൈറു ഇസ്തിർളാഇഹി വസ്തിഅതാഫിഹി, അവന് പിന്നെ ചിന്ത ഉണ്ടാകില്ല എന്തല്ലാതെ ഗൈറ ഇസ്തിർളാഇഹി വസ്തിഅതാഫിഹി, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക, അള്ളാഹുവിൻ്റെ അനുകമ്പ നേടുക എന്നല്ലാതെ മറ്റൊരു ചിന്ത അവനുണ്ടാവില്ല. ലിഅന്നഹു ലാ ഹയാത ലഹു വലാ ഫലാഹ ഇല്ലാ ഫീ ഖുർബിഹി വറിളാഹു അൻഹു, കാരണം എന്താണ്, അവനൊരു ജീവിതവുമില്ല, അവനൊരു വിജയമോ ലക്ഷ്യമോ ഇല്ല അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയാലല്ലാതെ. ഈ ഒരു ബോധ്യപ്പെടൽ അവനുണ്ടാകുന്ന പറയുന്നത്. വമഹബ്ബതിഹി ലഹു, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാലല്ലാതെ. യഖൂൽ, അവൻ പറയും, കൈഫ ഉഗ്ദിബു മൻ ഹയാതി ഫീ റിളാഹ്, എങ്ങനെയാണ് ഒരാളുടെ തൃപ്തിയിലായി എൻ്റെ ജീവിതം എന്നിരിക്കെ അയാളെ ഞാൻ എങ്ങനെ കോപിപ്പിക്കും. وكيف أعدل عمن سعادتي وفلاحي ففوزي في قربه وحبه وذكره, എങ്ങനെയാണ് ഒരാളോട് എനിക്ക് അനുസരണക്കേട് കാണിക്കാനും അതിക്രമം പ്രവർത്തിക്കാനും കാണിക്കുക, കാരണം എൻ്റെ സൗഭാഗ്യവും എൻ്റെ വിജയവും എൻ്റെ രക്ഷയും എല്ലാം ആ വ്യക്തിയോടുള്ള സാമീപ്യത്തിലും അടുപ്പത്തിലും ആ വ്യക്തിയോടുള്ള ഇഷ്ടത്തിലും ആ വ്യക്തിയെ സ്മരിക്കുന്നതിലുമാണെന്നിരിക്കെ എങ്ങനെയാണ് ആ വ്യക്തിയെ വെറുപ്പിക്കാനും കോപമുണ്ടാക്കാനും അനുസരണക്കേട് കാണിക്കാനും എനിക്ക് സാധിക്കുക എന്ന് അവൻ്റെ ഉള്ളിൽ അവൻ പറഞ്ഞു പോകും. ഇതാണ് തൗബ ചെയ്യുമ്പോൾ ഒരാളുടെ മനസ്സിലുണ്ടാകേണ്ട അവസ്ഥയാണ്. നമ്മൾ പലപ്പോഴും തൗബ ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, തൗബ ചെയ്ത് മടങ്ങുന്നു, അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ ഞാൻ അല്ലാഹു തൗബ ഇലൈഹി എന്ന് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട അല്ലെങ്കിൽ അതിൽ നിന്ന് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളും ഒരാളുടെ ഖൽബിന് ആ സമയത്തുണ്ടായിരിക്കേണ്ട അവസ്ഥകളുമാണ് ഇവിടെ പറഞ്ഞത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ഈ ഒരാളുടെ അവസ്ഥയ്ക്ക് ഒരു ഉപമയായിട്ട്, കിതാബിൻ്റെ രീതിയാണ് ഒരു ഉപമയിലൂടെ പറയുക എന്നുള്ളത്, അതുകൂടി പറയുന്നുണ്ട്. വസാഹിബു ഹാദൽ മുഷ്ഹദ്, ഇത് അനുഭവിച്ച ഒരുവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഒരു കഥ പോലെ പറയുകയാണ്. യഷ്ഹദു നഫ്സഹു, അവൻ്റെ സ്വന്തത്തിൽ അവൻ അനുഭവിക്കുന്നത് എന്തായിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, കറജുലിൻ കാനഫി അബീഹി യഗ്ദൂഹു ബിഅത്യബി ത്വആമി വശറാബി വല്ലിബാസ്, ഒരുവൻ അവൻ്റെ ഉപ്പാൻ്റെ സംരക്ഷണത്തിലായിക്കൊണ്ട് വളർന്നവനാണ്. ഉപ്പ അവന് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണവും പാനീയങ്ങളും വസ്ത്രമൊക്കെ നൽകി നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരുവനെ പോലെയാണ്. വയുസയ്യിനുഹു അഹ്സന സീന, ആ ഉപ്പ അവനെ ഏറ്റവും നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നല്ല രീതിയിൽ നോക്കി വളർത്തിക്കൊണ്ടുവന്നതാണ്. വയുറഖീഹി ദറജാത്തിൽ കമാലി അതമ്മ തർഖിയതൻ, ഏറ്റവും എല്ലാത്തിൻ്റെയും പരിപൂർണമായ അവസ്ഥയിലേക്ക് ഉയർത്തി കൊണ്ടുവന്ന് അങ്ങനെ നോക്കി വളർത്തിയതാണ് ആ മോനെ. ആ ഉപ്പ അങ്ങനെയാണ് മോനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ആ ഉപ്പാക്ക് എത്ര ഇഷ്ടവും ഉപ്പ എത്ര ശ്രദ്ധയും കൊടുക്കുന്നുണ്ട്. വഹുവൽ ഖയ്യിമു ബി മുസാലിഹിഹി കുല്ലിഹ, അവൻ്റെ എല്ലാ നന്മകളും അവന് ഉപകാരമുണ്ടാകുന്ന എല്ലാ കാര്യവും നോക്കുന്നത് ആ ഉപ്പയാണ്, ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഉപ്പയാണ്. ഫബഅസഹു അബൂഹു ഫി ഹാജത്തിൻ ലഹു, അങ്ങനെ ഒരു ദിവസം ഈ ഉപ്പാൻ്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അവനെ പറഞ്ഞു വിട്ടു, അവനെ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. ഫഖറജ അലൈഹി ഫി ത്വരീഖിഹി അദുവ്വുൻ, അങ്ങനെ പോയ സമയത്ത് വഴിയിൽ വെച്ച് ഈ മകനെ ശത്രുക്കൾ പിടിച്ചു. ഫഅസറഹു വകറ്റഫഹു വശദ്ദഹു വസാഖൻ, അവനെ ബന്ദിയാക്കി, അവൻ്റെ പിരടിയിലേക്ക് അവൻ്റെ ശക്തമായി ബന്ധിപ്പിച്ചു, അവൻ്റെ കൈകളെല്ലാം കൂട്ടിക്കെട്ടിയ നിലക്ക് ബന്ധിപ്പിച്ചു. ثم ذهب به إلى بلاد الأعداء فسامه سوء العذاب,
പിന്നെ ഒരു ശത്രു പിടിച്ചു. ആ ശത്രു പിടിച്ചുകൊണ്ട് അവനെ ബന്ധിപ്പിച്ചിട്ട് ആ ശത്രുക്കളുടെ നാട്ടിലേക്ക് അവനെ കൊണ്ടുപോയി, ഈ മകനെ കൊണ്ടുപോയി. വആമലഹു ബിളിദ്ദി മാ കാന അബൂഹു യുആമിലുഹു ബിഹി, അവൻ്റെ ഉപ്പ അവനെ നോക്കിയിരുന്ന, അവനെ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ നിന്ന് എതിരായ രീതിയിൽ, അഥവാ ഏറ്റവും നല്ല രീതിയിലാണ് ഉപ്പ നോക്കിക്കൊണ്ടുവന്നത്, അതിനെതിരായിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അവനേറ്റ് ഇടപെടാൻ തുടങ്ങി, അവനെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി, അങ്ങനെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കാനൊക്കെ തുടങ്ങി. ഫഹുവ യതദക്കറു തർബിയത വാലിദിഹി വഇഹ്സാനിഹി ഇലൈഹി അൽഫൈനത ബഅദ അൽഫൈന. ഓരോ നിമിഷവും അവൻ ആ സമയത്തൊക്കെ ആലോചിക്കുന്നത്, എൻ്റെ ഉപ്പ എന്നെ എങ്ങനെയാണ് നോക്കിയത്, എൻ്റെ ഉപ്പ എങ്ങനെയാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നിരുന്നത് എന്നുള്ള കാര്യം അങ്ങനെ ഓർക്കുകയാണ് ഈ ശത്രുക്കൾ പിടിച്ചുകൊണ്ടായിട്ട് ഉപദ്രവിക്കുമ്പോഴൊക്കെ. ഫതഹീജു മിൻ ഖൽബിഹി ലവാഇദുൽ ഹസറാതി കുല്ലമാ റആ ഹാലഹു വതദക്കറ മാ കാന അലൈഹി വകുല്ലമാ കാന ഫീഹി. ഫതഹീജു മിൻ ഖൽബിഹി, അവൻ്റെ കൽബിൽ നിന്ന് നാളങ്ങൾ, തീപ്പൊരികൾ വരും. ലവാഇദുൽ ഹസറാത്ത്, എന്തിൻ്റെ തീപ്പൊരികൾ? ആ ഖേദത്തിൻ്റെ, വിഷമത്തിൻ്റെ. കുല്ലമാ റആ ഹാലഹു, അവൻ്റെ അപ്പോഴുള്ള അവസ്ഥ അവൻ കാണുമ്പോൾ. വതദക്കറ മാ കാന അലൈഹി വകുല്ലമാ കാന ഫിഹി, ഇപ്പോൾ അവൻ അനുഭവിക്കുന്നതും അവൻ എങ്ങനെയായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമം അവൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകാൻ തുടങ്ങും. അതായത് ഞാനിപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ എന്താണ്, എൻ്റെ ഉപ്പ എന്നെ എങ്ങനെ നോക്കിയിരുന്നത്, അതായത് ഇപ്പോഴുള്ള സന്ദർഭത്തിൽ ശത്രുക്കളുടെ ഇടയിൽ ഞാൻ എന്താണ് അനുഭവിക്കുന്നത്, എൻ്റെ ഉപ്പ, എൻ്റെ പിതാവ് എന്നെ എങ്ങനെയാണ് നോക്കിയിരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം ഉണ്ടാകാൻ തുടങ്ങും. ഫബൈനാഹു ഫീ അസ്രി അദുവിഹി യസൂമുഹു സൂഅൽ അദാബ്, അങ്ങനെ ശത്രുക്കളുടെ ഇടയിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഉപദ്രവങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വയുരീദു നെഹ്റഹു ഫി ആഖിരിൽ അംർ, അങ്ങനെ അവനെ പിടിച്ച് അറക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവസാനത്തിലെത്തി. അഥവാ അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവസാനം അവനെ പിടിച്ച് അറുത്ത് കളയാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ തീരുമാനിക്കുകയാണ്. ഇദ് ഹാനത് മിൻഹു ഇൽതിഫാതത്തുൻ ഇലാ നഹ്വി ദിയാരി അബീഹി, ആ സമയത്ത് പെട്ടെന്ന് അവൻ്റെ ഉപ്പാൻ്റെ വീട് അല്ലെങ്കിൽ ഉപ്പാൻ്റെ ആ സ്ഥലം അല്ലെങ്കിൽ ഉപ്പാൻ്റെ നിലക്ക് അവൻ കാണുകയാണ്. ഫറഅ അബാഹു മിൻഹു ഖരീബൻ, അവൻ്റെ ഉപ്പാനെ വളരെ അടുത്തായിട്ട് കാണാണ്, അതായത് അവൻ്റെ നാശം ഉറപ്പായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. ആ സമയത്ത് അവൻ്റെ ഉപ്പാൻ്റെ വീടും അവൻ്റെ ഉപ്പാനെയും കാണുകയാണ്. ഫസഅ ഇലൈഹി, അവൻ എങ്ങനെയൊക്കെയോ അവൻ്റെ ഉപ്പാൻ്റെ അടുക്കലേക്ക് ഞെരുങ്ങിയിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിട്ടോ മുടന്തിയിട്ടോ അങ്ങനെയൊക്കെ അവൻ ഉപ്പാൻ്റെ അടുക്കലേക്ക് എത്തുകയാണ്. വൽഖാ നഫ്സഹു അലൈഹി, അവൻ ഉപ്പാൻ്റെ മുമ്പിൽ വീണ് കിടക്കുകയാണ്. വൻതറഹ ബൈന യദൈഹി, അവൻ ഒന്നിനും പറ്റാത്ത രീതിയിൽ ഉപ്പാൻ്റെ മുമ്പിൽ വീണ് കിടന്നു. ഇസ്തഗീസു, എന്നിട്ട് അവൻ വിളിക്കുകയാണ്, യാ അബതാ യാ അബതാ, എൻ്റെ ഉപ്പ ഉൻദുർ ഇലാ വലദിക വമാ ഹുവ ഫീഹി, നിങ്ങൾ നോക്കി നിങ്ങളുടെ മകൻ്റെ അവസ്ഥ നോക്കി, എന്താണ് അവനിപ്പോൾ അനുഭവിക്കുന്നത്. വദുമൂഉഹു തസ്തബിഖു അലാ ഖദ്ദൈഹി, അവൻ്റെ കവിളുകളിലൂടെ അവൻ്റെ കണ്ണീര് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുക, കരഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഖദ് അഅ്തനഖഹു വൽതസമഹു, അവൻ്റെ ഉപ്പാൻ്റെ മുമ്പിൽ അവൻ ബന്ധിതനായിട്ട് കിടക്കുകയാണ്, ഉപ്പാൻ്റെ മുമ്പിൽ വീട് കിടക്കുകയാണ്. വഅദുവുഹു ഫി തലബിഹി, അവൻ്റെ ശത്രു ആണെങ്കിൽ അവനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഹത്ത വഖഫ അലാ റഅ്സിഹി, അങ്ങനെ ആ ശത്രു അവൻ്റെ അടുക്കൽ വന്നു നിന്നു. അവൻ്റെ ഉപ്പാൻ്റെ മുമ്പിൽ വീണ് കിടക്കുന്നുണ്ട്, ശത്രു അവിടെ എത്തിയിരിക്കുന്നുണ്ട്. വഹുവ മുൽതസിമുൻ ലിവാലിദിഹി മുംസികുൻ ലഹു, അവൻ്റെ ഉപ്പാനെ എങ്ങനെയെങ്കിലും ഉപ്പാൻ്റെ അടുത്ത് തന്നെ പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ്. ഉപ്പാൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഉപ്പാനോട് ചേർന്ന് നിൽക്കുകയാണ്. ശത്രു ആണെങ്കിൽ അടുത്ത് എത്തിയിട്ടുണ്ട്. ഫഹൽ തഖുൽ, നീ പറയുന്നുണ്ടോ അല്ലെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടോ, ഇന്ന വാലിദഹു യുസ്ലിമുഹു മഅ ഹാദിഹിൽ ഹാലി ഇലാ അദുവിഹി വയുഖല്ലി ബൈനഹു വബൈനഹു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഉപ്പ, അവനെ വളർത്തിക്കൊണ്ടുവന്ന, അവൻ ഇത്രയും നല്ല രീതിയിൽ നോക്കിക്കൊണ്ടുവന്ന ഉപ്പ ആ മകനെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ ഉപ്പാൻ്റെയും മകൻ്റെയും ഇടയിൽ വിട്ടിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ശത്രുവിന് വിട്ടുകൊടുക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ, നീ പറയുമോ എന്ന് ചോദിക്കുകയാണ് ഇബ്നുൽ ഖയ്യിം. ഫമാ ദന്നു ബിമൻ ഹുവ അർഹമു ബിഅബ്ദിഹി മിനൽ വാലിദി ബിവലദിഹി, എന്താണ് നിൻ്റെ ചിന്ത? ഒരു ഉപ്പയ്ക്ക് മകനോടുണ്ടാവുന്നതിനേക്കാൾ ഏറ്റവും അധികം കാരുണ്യം ചെയ്യുന്ന ഒരാളെപ്പറ്റി നീ എന്താണ് ചിന്തിക്കുന്നത്? അതായത് ഇപ്പോൾ ഏതൊരു പിതാവിനും മനസ്സിലാകുന്നൊരു കാര്യമാണ്, ഏതൊരു മാതാവിനും മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മളേറ്റവും സ്നേഹിച്ച് ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക്, ഒരു കുട്ടിക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യം സംഭവിക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര വിഷമിക്കും, എത്ര നമ്മൾ വിഷമമുണ്ടാകും.
ഇവിടെ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മകനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ച് ആ മകൻ വന്നിട്ട് മുന്നിൽ കിടക്കുകയാണ്. ഉപ്പാന്ന് വിളിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തണമെന്ന്, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ശത്രു അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആ ശത്രുവിന് തിരിച്ചു കൊടുക്കാൻ ആ ഉപ്പ തയ്യാറാവുമോ? ഒരിക്കലുമില്ല. കാരണം ഉപ്പാക്ക് ആ മകനോട് അത്രയും കാരുണ്യവും സ്നേഹവും ഉണ്ടാവും. സ്വന്തം ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ ആ ഉപ്പ മകനെ രക്ഷിക്കാൻ നോക്കും. അത് അറിയപ്പെട്ടൊരു കാര്യമാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ഈ ഉദാഹരണം പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താ ഉദ്ദേശിച്ചത് എന്താണ്? ഒരു അടിമ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹു സൃഷ്ടിച്ച് അള്ളാഹു വളർത്തിക്കൊണ്ടുവന്ന് ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് ഈമാൻ നൽകി എല്ലാ കാര്യങ്ങളും നൽകി വളർത്തിക്കൊണ്ടുവന്ന ഒരു അടിമ, അവൻ ശത്രുക്കളുടെ കെണിയിൽപ്പെട്ട് ശത്രുക്കൾ അവനെ പിടിച്ചുകൊണ്ടുപോയി പിശാചുക്കൾ അല്ലെങ്കിൽ ശൈത്താൻ്റെ കെണിയിലകപ്പെട്ട് പലതരത്തിലുള്ള പാപങ്ങളിലും തെറ്റുകളിലൊക്കെ മുഴുകിയതിന് ശേഷം അവൻ്റെ യജമാനിലേക്ക് അള്ളാഹുവിലേക്ക് മടങ്ങി വരുമ്പോൾ തൗബ ചെയ്ത് പൊട്ടി തകർന്ന അവസ്ഥയിൽ അള്ളാഹുവിനോട് കഷ്ടപ്പെട്ട് മടങ്ങി വരുന്ന സമയത്ത് അള്ളാഹു തആല അവനെ സംരക്ഷിക്കാതെ ആ ശത്രുക്കളിലേക്ക് വിട്ടുകൊടുക്കുമോ? ആ തൗബ സ്വീകരിക്കാതെ അവനെ കൈവിടുമോ? അവന് അള്ളാഹു തആല സംരക്ഷണം നൽകില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതാണ് ഫമാ ദന്നു ബിമൻ ഹുവ അർഹമു ബിഅബ്ദിഹി മിനൽ വാലിദി ബിവലദിഹി. ഒരു ഉപ്പാക്ക് ഒരു കുട്ടിയോട് മകനോട് ഉണ്ടാകുന്നതിനേക്കാൾ കാരുണ്യമുള്ള അള്ളാഹുവിനെ സംബന്ധിച്ച് എന്താണ് നിന്റെ വിചാരം? വൽവാലിദത്തി ബിവലദിഹ ഇദാ ഫറ ഇലൈഹി. ഒരു ഉമ്മാക്ക് ആ കുട്ടിയോടുണ്ടാകുന്നതിനേക്കാൾ, ആ ഉമ്മയിൽ നിന്ന് കുട്ടി വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചു വരുമ്പോൾ എത്രയുണ്ടാകും അതിനേക്കാൾ. വഹറബ മിൻ അദുവിഹി ഇലൈഹി. അങ്ങനെ ആ ശത്രുവിൽ നിന്ന്, അതായത് ഉമ്മയൊപ്പയാവട്ടെ, അവരിനെ ശത്രു പിടിച്ചു കൊണ്ടുപോയി വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ വൽഖാ നഫ്സഹു തരീഹൻ ബിബാബിഹി. ആ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മുമ്പിൽ വന്ന് വീണ് കിടക്കുന്ന ആ കുട്ടി വയുമസ്സിഖു ഖദ്ദഹു ഫീ തറാ അതാബഹു ബാക്കിയൻ ബൈന യദൈഹി. ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതാ അവൻ്റെ കവിള് നിലത്ത് വെച്ച് എന്നെ രക്ഷിക്കണം, എനിക്ക് വേറെ വഴിയില്ല എന്ന നിലക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിലേക്ക് മടങ്ങി വന്ന ഒരാളെ അള്ളാഹു കൈവിടുവോ? യഖൂൽ, അവൻ പറയുന്നുണ്ട്, യാ റബ്ബി യാ റബ്ബി, എൻ്റെ റബ്ബേ ഇർഹം മൻ ലാ റാഹിമ ലഹു സിവാക്ക്. നീയല്ലാതെ കാരുണ്യം ചൊരിയാൻ വേറൊരാളും ഇല്ലാത്ത എനിക്ക് നീ കാരുണ്യം ചൊരിയണമേ. വലാ വലിയ ലഹു സിവാക്ക്, നീയല്ലാതെ രക്ഷാധികാരി ഇല്ലാത്തവനാണ് ഞാൻ. വലാ നാസിറ ലഹു സിവാക്ക്, നീയല്ലാതെ ഒരു സഹായി ഇല്ലാത്തവനാണ് ഞാൻ. വലാ മുഖ്വി ലഹു സിവാക്ക്, നീയല്ലാതെ അഭയം തേടാൻ ഒരാളും ഇല്ലാത്തവനാണ് ഞാൻ. വലാ മുഗീസ ലഹു സിവാക്ക്, എനിക്ക് സഹായം തേടാൻ വേറൊരാളുമില്ല നീയല്ലാതെ. മിസ്കീനുക വ ഫഖീറുക്ക്, നിന്നിലേക്ക് ആവശ്യക്കാരനായിട്ടുള്ള ദരിദ്രനാണ്. വസായിലുക മുഅമ്മിലുക വ മുർതജീക്ക്, നിന്നിൽ പ്രതീക്ഷിക്കുന്ന, നിന്നോട് ചോദിക്കുന്ന, നിന്നോട് ആവശ്യക്കാരനാകുന്നവനാണ്. ലാ മൽജഅ ലഹു വലാ മൻജഅ ലഹു മിൻക ഇല്ലാ ഇലൈക്ക്, എനിക്ക് അഭയം തേടാനോ രക്ഷ തേടാനോ നിന്നിൽ നിന്ന് നീയല്ലാതെ വേറൊരാളുമില്ല. അൻത മലാദുഹു വബിക മആദുഹു, നിന്നിലേക്കാണ് എൻ്റെ അഭയം തേടേണ്ടത്, നിന്നിലേക്കാണ് ഞാൻ രക്ഷ തേടേണ്ടത്, എന്നെ കൈവിടരുതേ എന്നുള്ളത്. എന്നൊരു ബൈത്ത് കൊടുക്കുന്നുണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ. യാ മൻ അലൂദു ബിഹി ഫീമാ ഉഅമ്മിലുഹു, ഒരുവനെ ഏതൊരു ആളിലേക്കാണോ എൻ്റെ പ്രതീക്ഷയായിക്കൊണ്ട് ഞാൻ മടങ്ങുന്നത്. വമൻ അഊദു ബിഹി മിമ്മാ ഉഹാദിറുഹു, എനിക്ക് ഭയമുള്ള കാര്യത്തിലെ തൊട്ട് അവനോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ രക്ഷ തേടുക. ലാ യജ്ബുറുന്നാസു അൽമൻ അൻത കാസിറുഹു, നീ തകർക്കുന്ന ഒരു എല്ലിനെ നന്നാക്കുന്നവനായിട്ട് ആരുമില്ല. വലാ യഹീദൂന അൽമൻ അൻത ജാബിറുഹു, നീ നന്നാക്കിയിട്ടുള്ള ഒരു എല്ലിനെ തകർക്കാനായി ഒരാൾക്കും സാധിക്കുകയുമില്ല. അഥവാ എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവെ, നിന്നിലല്ലാതെ എനിക്ക് രക്ഷയും അഭയവുമില്ല എന്നുള്ള നിലക്ക് അവൻ പറയുന്നു എന്ന്. അഥവാ ഈയൊരു നിലക്ക് അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായി തീരുന്ന ഒരവസ്ഥയാണ് അവനുണ്ടാവുക. ഇങ്ങനെയുള്ള ഒരാളെ, ഇങ്ങനെ ഒരു സൃഷ്ടിയെ, ഒരു മകനെ വാപ്പ പോലും എന്താവില്ല, കൈയൊഴിയൂല. പിന്നെ എത്ര വലിയ തെറ്റ് ചെയ്തിട്ട് ശത്രുവിൻ്റെ കെണിയിലകപ്പെട്ട് ഭാവിയായി പോയിട്ടുണ്ടെങ്കിലും തൗബ ചെയ്ത് അള്ളാഹുവിന് മുമ്പിൽ ആവശ്യക്കാരനായിട്ട് മടങ്ങി വരുമ്പോൾ ആ റബ്ബ് കൈവിടുമോ എന്ന് ചിന്തിക്കാനാണ്, ചോദിക്കാനാണ് ഇബ്നുൽ ഖയ്യിം ഈ ഒരു ഉദാഹരണം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ നമ്മുടെ ആളുകൾ, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും നമുക്കെതിരായിരിക്കും, അല്ലെങ്കിൽ ആരും നമ്മെ അംഗീകരിക്കുന്നുണ്ടാവില്ല, ആർക്കും നമ്മളെ തൗബ ആവശ്യമുണ്ടാകില്ല, ആരും ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവില്ല. പക്ഷേ എത്ര വലിയ തെറ്റാണെങ്കിലും ആ തൗബത്തിന് നസൂഹക്കല്ല നമ്മളിപ്പോൾ പറഞ്ഞു, ആ രീതിയിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മെ കൈവിടുകയോ അല്ലെങ്കിൽ അള്ളാഹു തആല നമുക്ക് സംരക്ഷണമേകാതിരിക്കുകയോ ചെയ്യുകയില്ല. ആ തൗബ അത്രയും പരിശുദ്ധമായിട്ടുണ്ട് എങ്കിൽ.
ഇതാണ് ഈ ഒരു മഷ്ഹദിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു 10ാമത്തെ ഒരു മഷ്ഹദുൽ ഉബൂദിയ്യത്തി വൽ മഹബ്ബ കൂടി പറയുന്നുണ്ട്. അതോടുകൂടി മൻസിലത്തു തൗബ അവസാനിക്കും. അതിനുശേഷം മൻസിലത്തുൽ ഇനാബ, അങ്ങനെ ധാരാളം മൻസിലത്തുകൾ 5 6 ആയിട്ടുള്ള 40 മൻസിലത്തുകൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ബാക്കി വായിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.